അടുത്ത പോയിൻ്റാണ് എക്സ് പാർട്ടി ഡിക്രി. എക്സ് പാർട്ടി ഡിക്രി എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, എക്സ് പാർട്ടി ഡിക്രി എന്ന് അല്ലേ. ആൻഡ് എക്സ് പാർട്ടി ഡിക്രി ഈസ് എ ഡിക്രി പാസ്ഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ ഡിഫൻഡൻറ്റ്. നമ്മളൊരു പ്ലെയിൻറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലെയിൻറ്റിനോടൊപ്പം പ്ലെയിൻറ്റിന് ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ ഡിഫൻഡൻറ്റിന് വേണ്ടി നോട്ടീസ് എടുക്കും അല്ലേ. അപ്പോൾ ഡിഫൻഡൻറ്റ് അപ്പിയർ ചെയ്യണമെന്നാണ്. അപ്പോൾ ഡിഫൻഡൻറ്റ് നോട്ടീസ് കൈപ്പറ്റിയതിന് ശേഷം അപ്പിയർ ചെയ്യാതെ വരുന്ന ആബ്സെൻസിൽ എന്ത് ചെയ്യും, കോടതി അവരെ അങ്ങ് എക്സ് പാർട്ടി ആക്കും, അവരെ ആ പാർട്ടി അല്ലാതെ ആക്കി മാറ്റുകയാണ്. അപ്പോൾ an ex parte decree is a decree passed in the absence of the defendant when at the time of hearing only the plaintiff appears, and if the court is satisfied that summons was duly served and in time, the court shall proceed to take evidence given by the parties and pass a decree in favor of the plaintiff. എന്താ നോട്ടീസ് എല്ലാം കിട്ടി, കറക്റ്റ് ടൈമിൽ സമൻസ് എല്ലാം നടത്തിയിട്ടുണ്ട്, ഡ്യൂലി സെർവ്ഡ് ആണ് എന്ന് കോടതിക്ക് മനസ്സിലായി കഴിയുമ്പോൾ കോടതി ഡിഫൻഡൻറ്റ് വന്നില്ല എങ്കിൽ പേര് വിളിച്ച് നോക്കും. പേര് വിളിച്ച് നോക്കി ഡിഫൻഡൻറ്റ് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കോടതി അവരുടെ ആബ്സെൻസിൽ പാസ്സാക്കുന്ന ഒരു ഡിക്രിയാണ് എക്സ് പാർട്ടി ഡിക്രി എന്ന് പറയുന്നത്. അതിന് എന്തൊക്കെ റെമഡീസ് ഉണ്ട്? പെറ്റീഷൻ ഫോർ സെറ്റിസൈഡിങ് ഡിക്രി, ഡിക്രി സെറ്റിസൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ പെറ്റീഷൻ ഇടാം, അപ്പീൽ കൊടുക്കാം, റിവ്യൂ ചെയ്യാം. ആൻഡ് എ സെപ്പറേറ്റ് സൂട്ട് ഫോർ ദി എക്സ് പാർട്ടി ഡിക്രി വാസ് ഒബ്റ്റെയിൻഡ് ത്രൂ ഫോർ